പ്രൈസ് ദ ലോർഡ്. അങ്ങനെ നമ്മൾ ഈ ധ്യാനത്തിൻ്റെ അവസാന ദിവസത്തിലേക്ക് വന്നിരിക്കുകയാണ്. ശരിക്കും 9 ദിവസത്തെ ധ്യാനത്തിൽ ഇത് ശരിയാവുള്ളൂ. പക്ഷേ എന്ത് ചെയ്യാം, 9 ദിവസം പറഞ്ഞ ഇത്രയും കൂടി ആൾക്കാരുണ്ടാവില്ല. ഇപ്പം മനസ്സിലാവുന്നുണ്ട് എന്തുകൊണ്ടാണ് മാതാവും അപ്പസ്തോലന്മാരും പന്തക്കുസ്തായ്ക്ക് വേണ്ടി 9 ദിവസം ധ്യാനിച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോഴാണല്ലോ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്. സാവധാനം പഠിക്കാം, പരിശുദ്ധാത്മാവ് തന്നെ. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് നമ്മുടെ ഈ പ്രാർത്ഥനാ രീതികൾ പഴയ പ്രാർത്ഥനാ രീതികളിൽ നിന്നും അല്പം മാറ്റി, സാവധാനം മതി, ധൃതി പിടിക്കണ്ട. പെട്ടെന്നത് മാറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും. ഉന്നതമായ പ്രാർത്ഥനാ രീതികളിലേക്ക് വരണം. അതാണ് അമ്മ ത്രേസ്യയുടെയൊക്കെ കർമ്മല മലകയറ്റത്തിൽ പറയുന്നുണ്ട്. പ്രാരംഭക്കാരുടെ പ്രാർത്ഥനയല്ല, കുറച്ച് വളർന്നവരുടെ, പിന്നെ കുറച്ച് വളർന്നവരുടെ, പിന്നെ പ്രാർത്ഥനയിൽ അതിവളർച്ച വന്നവരാണ്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഇപ്പോൾ 10-20 വർഷം കർത്താവിന് വേണ്ടി ശുശ്രൂഷ നടത്തിയ ആൾക്കാരാകാം, അല്ലെങ്കിൽ നമ്മളുടെ കുടുംബജീവിതത്തിൽ 10-25 വർഷം കഴിഞ്ഞവരാകാം. അപ്പോൾ പണ്ട് നമ്മൾ പ്രാർത്ഥിച്ച അത് പോരാ. ഇപ്പോൾ ഒരാശയം നമുക്ക് വന്നു, ഈ വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ തന്നെ അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥന പോരാ ഇന്ന്. കാരണം അന്നത്തെ ജീവിത സാഹചര്യങ്ങളോ അന്നത്തെ കോവേന്തയോ അല്ല ഇന്നത്തെ അവസ്ഥ. അതുകൊണ്ടാണ് സഭ തന്നെ ഇതുണ്ട്. 2-ാം വത്തിക്കാൻ സുനഹദോസിന് ശേഷം എന്തോരം പുതിയ കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് സഭയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നതും പഠിപ്പിക്കുന്നതും. അത് പരിശുദ്ധാത്മാവിൻ്റെ സാധാരണ പ്രവർത്തനമാണ്. പടിപടിയായിട്ട് വെളിപാടുകൾ നൽകുക, പടിപടിയായിട്ട് ലോകത്തെ വിശദീകരിക്കുക, പടിപടിയായിട്ട് പുതിയ ആശയങ്ങൾ കൊണ്ടുവരിക. ഞാനിപ്പോൾ ഓർക്കുകയാണ്, വർഷമായി ഞാൻ 97-98 മറ്റോ അല്ലെങ്കിൽ 2000-ലാകാം എറണാകുളം അതിരൂപതയിലെ അച്ഛന്മാരെ ധ്യാനിപ്പിക്കാൻ എന്നെ ക്ഷണിച്ചു. വിറയലോടുകൂടിയാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. കാർഡിനാൾ വഴക്കി വിധേയത്തിൽ വലിയ പിതാവ് വന്നു. എന്നിട്ട് പറയുകയാണ്, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, കാലം മാറി. 2-ാം വത്തിക്കാൻ സുനഹദോസിൽ നമ്മൾ കേട്ടില്ലേ, സഭ അൽമായരുടേതാണ്. സഭ അൽമായരാണ്. അൽമായർ എന്ന് പറഞ്ഞാൽ ദൈവജനമാണ് സഭ. ഇതായിരുന്നു 2-ാം വത്തിക്കാൻ സുനഹദോസിൻ്റെ ഏറ്റവും ശക്തമായൊരു പ്രമേയം. സഭ ആരാണ്? സഭ എന്ന് പറഞ്ഞാൽ ദൈവജനമാണ്. അതിൻ്റെ ഒരു വലിയ അടയാളമായിട്ടാണ് ആദ്യമായിട്ട് ഈ ഇത്രയും ഏൻഷ്യൻ്റായിട്ടുള്ള ഈ അതിരൂപതയിൽ ഒരു അൽമായൻ അച്ഛന്മാരെ ധ്യാനിപ്പിക്കാൻ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. അതും ഞാൻ എറണാകുളം രൂപതക്കാരനാണ്. ദാറ്റ് ആൾസോ എ പ്രോഫറ്റ് ഓഫ് ദ സെയിം ലാൻഡ്. ഇത് ഞാൻ എന്തുകൊണ്ടാണ് പറയണമെന്ന് വെച്ചാൽ, നമ്മൾ അൽമായരായ നമ്മളിൽ നിന്നും കർത്താവ് വളരെ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് പറയാം. ഒരിടയ്ക്ക് എന്നോട് ചില അച്ഛന്മാർ പറഞ്ഞു, നീ ഒരു ഡീക്കനാകാണെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞു. ഡീക്കൻ. അപ്പോൾ നിനക്ക് കുർബാനയിൽ അച്ഛൻ്റെ കൂടെ നിന്ന് കുർബാനയിൽ വചനം പ്രഘോഷിക്കാം. ഞാൻ നോക്കുമ്പോൾ നല്ല കാര്യമാണല്ലോ. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, വേണ്ട, നീ ഇപ്പം ആയിരിക്കണമാതിരി തന്നെ ഇരുന്നാൽ മതി. നീ വെല്ലിട്ടി എന്ന് പറഞ്ഞാൽ നീ ഒരു സാധാരണ അൽമായനായിട്ട് തന്നെ ഇരുന്നാൽ മതി. എന്നാലേ മറ്റ് അൽമായർക്ക് അതൊരു മാതൃകയാവുള്ളൂ.
ഡീക്കനായ പിന്നെ നമ്മളൊരു ക്ലർജിയായി മാറി. അപ്പോൾ അൽമായരിലൂടെ കർത്താവിന് വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വലിയ അടയാളമാണ് ഇതെല്ലാം. എനിക്കൊരു സ്ഥലത്തും ഒരു ബുദ്ധിമുട്ടോ ഒരു തടസ്സമോ ആരിൽ നിന്നും ഒരു നിഷേധാത്മക പ്രതികരണം ഉണ്ടായിട്ടില്ല. എല്ലാവരും എന്നെ സ്വാഗതം ചെയ്തിട്ടേ ഉള്ളൂ. അതിൻ്റെ പ്രധാന കാരണം നമ്മൾ പ്രഘോഷിക്കേണ്ടത് നമ്മുടെ സ്വന്തം പ്രബോധനമല്ല, സഭയുടെ പ്രബോധനം ആണ് പ്രഘോഷിക്കേണ്ടത്. 2, നമ്മൾ എല്ലാവരിലും നൽകിയിരിക്കുന്ന അഭിഷേകം കർത്താവിൻ്റെ അഭിഷേകമാണ്. യാതൊരു വ്യത്യാസവുമില്ല അഭിഷേകത്തിൽ. എന്നാൽ വ്യത്യസ്ത ശുശ്രൂഷകൾക്ക് വേണ്ടി കർത്താവ് തിരഞ്ഞെടുക്കുന്നു. അതുകൊണ്ട് ഒരു തരത്തിലും നമ്മൾ വിചാരിക്കേണ്ടാവോ നമ്മൾ അൽമായനാണ്, നമ്മൾക്ക് അതുകൊണ്ട് വലിയ കഴിവൊന്നുമില്ല. ത്രിത്വൈക ദൈവം ഒന്നാണ്. കർത്താവ് ഈശോ മിശിഹ ഒരുപോലെയാണ്. പരിശുദ്ധാത്മാവ്, ഇവർക്ക് യാതൊരു വ്യത്യാസമില്ല. പക്ഷെ ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ടെങ്കിലും ആത്മാവ് ഒന്ന് തന്നെ. അപ്പം ഇങ്ങനെ ഒരു കോൺഫിഡൻസിൽ വളരണം. പിന്നെ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയാണ്. 3 മണിക്കൂറെങ്കിലും വ്യക്തിപരമായി പ്രാർത്ഥിച്ചാലേ സുവിശേഷത്തിൻ്റെ ജോലി ചെയ്യാൻ നിങ്ങൾക്കുള്ള ശക്തി കിട്ടുകയുള്ളൂ. വചനം പ്രഘോഷിക്കാനോ കൗൺസിലിംഗ് നടത്താനോ അതൊക്കെ. സാധാരണ ഇതൊന്നും ചെയ്യാനല്ലാത്ത ഒരു വീട്ടമ്മയാണെങ്കിൽ, ഒരു സാധാരണ ആൾ ഇതിലൊന്നും ഇൻവോൾവ് അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കണം. എന്നാൽ മാത്രമേ നമ്മളിൽ ഈ ദൈവത്തിൻ്റെ ആ കൃപ ഒഴുകുകയും ആ കൃപയിലൂടെയുള്ളൊരു ജീവിതം, ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ കൃപയിലുള്ള ജീവിതമാണ്. കൃപയും കരുണയും തമ്മിൽ വ്യത്യാസമുണ്ട്. കരുണയും കൃപയും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞു എന്ന് തോന്നണമെങ്കിൽ ഇപ്പോൾ വീണ്ടും വരികയാണത്. പറഞ്ഞില്ലേ, മത്തായിയുടെ വീട്ടിൽ ഈശോ അങ്ങ് കടന്നു ചെന്നു. മത്തായി വലിയ പാപിയാണെന്ന് എല്ലാവരും മുദ്രയടിച്ച് കിട്ടിക്കുന്ന ആളാണ്. യേശുവിന് മത്തായിയുടെ വീട്ടിലേക്ക് കടക്കാൻ തടസ്സമുണ്ടായോ? മത്തായിയിലുള്ള പാപം തടസ്സമുണ്ടായോ? മത്തായിക്ക് യേശുവിൽ വിശ്വാസം ഉണ്ടായിരുന്നോ? ഇല്ല. മത്തായി യേശുവിൽ വിശ്വാസം ഉണ്ടായില്ല. അപ്പോൾ കരുണയ്ക്ക് വിശ്വാസത്തിൻ്റെ പോലും ആവശ്യമില്ല. അതായത് വിശ്വാസമില്ലാത്ത ആളുകളിലേക്കല്ലേ നമ്മൾ കടന്നു ചെല്ലേണ്ടത്. അപ്പോൾ നിങ്ങളൊക്കെ വലിയ വിശ്വാസികളാണ്. എന്നാൽ എന്താ സുവിശേഷം പ്രസരിപ്പിക്കേണ്ടത്? ഒരു വിശ്വാസവുമില്ലാത്ത പാപകരമായ അവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യരിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലേണ്ടത്. അതിനുവേണ്ടി കരുണ മാത്രം മതി. അങ്ങനെ ഈശോ മത്തായിയുടെ ഭവനത്തിലേക്ക് കടന്നു ചെന്നു. മത്തായി അങ്ങ് ആശ്ചര്യപ്പെട്ടു, അങ്ങ് എൻ്റെ ഭവനത്തിൽ വന്നിരിക്കുന്നു. മാത്രമല്ല ഈശോയിൽ നിന്നും ഈ കൃപ അല്ലെങ്കിൽ കരുണ അവനിലേക്ക് ഒഴുകി. അവൻ്റെ കൂടെ കുറേ ചുങ്കക്കാരും പാപികളും അവൻ്റെ കൂടെ അവിടെ ഭക്ഷണത്തിന് വന്നിരിക്കുന്നു. അവരെല്ലാവർക്കും യേശുവിൻ്റെ ആ സ്പർശനമുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? മത്തായി തൻ്റെ ചുങ്കം പിരിവും വിട്ടു, സകലതും വിട്ടു. കർത്താവേ, ഞാനിതാ എല്ലാം ഉപേക്ഷിച്ച് നിൻ്റെ പിന്നാലെ വരുന്നു. ഇപ്പോഴെന്ത് സംഭവിച്ചു? ഇപ്പോൾ മത്തായിക്ക് യേശുവിൽ വിശ്വാസം വന്നു. വിശ്വാസം കണ്ടു. കരുണ, വിശ്വാസം. വിശ്വാസം വന്നപ്പോൾ മത്തായിക്ക് എന്ത് കിട്ടുന്നു? കൃപ കിട്ടുന്നു. കൃപ, വിശ്വാസം വഴിയാണ് കൃപ. അപ്പം നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്, നമ്മൾ ഒരാളുടെയും വിശ്വാസം ആദ്യം പ്രതീക്ഷിക്കേണ്ട. അവർക്ക് വിശ്വാസമൊന്നുമില്ലെങ്കിലും നമുക്ക് വിശ്വാസം ഉണ്ടായാൽ മതി. ആ വിശ്വാസത്തിലൂടെ കരുണ ഒഴുകും. ആ കരുണയിലൂടെ
കർത്താവിൽ വിശ്വാസം വളരും, ആ വിശ്വാസത്തിലൂടെ കൃപയൊഴുകും. ആ കൃപയാണ് ദൈവീകത മാനുഷികതയിൽ ലയിക്കുന്നു. ആ കൃപ ആ വ്യക്തിയെ രൂപാന്തരപ്പെടുത്തണം. അവൻ്റെ കഴിവല്ല അവനെ രൂപാന്തരപ്പെടുത്തേണ്ടത്. ഇതാണ് പെട്ടെന്നൊരു ദർശനം പോലെ വരികയാണ്. ഈശോ താബോർ മലയിൽ തൻ്റെ കോർ ഗ്രൂപ്പ് 3 പേരെയും കൊണ്ട് താബോർ മലയിലേക്ക് പോയി. അവിടെ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കണ്ടോ, അതെന്ത് പ്രാർത്ഥനയാണ്, എന്ത് പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ച്. അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ രൂപാന്തരപ്പെട്ടു. ഇങ്ങനെയുള്ള പ്രാർത്ഥനയൊക്കെ പഠിക്കും. നമ്മൾ 1 മണിക്കൂർ 15 മിനിറ്റൊക്കെ പ്രാർത്ഥിച്ചാലൊന്നും ഇതൊന്നും സംഭവിക്കില്ല. പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം ചിലവർ ദൈവം വിളിച്ചിട്ടുണ്ട്. അവർ വേറെ ഒന്നും ചെയ്താൽ വിജയിക്കില്ല. അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമുള്ള വിളിയാണവർ. അങ്ങനെ അവർ കുറേ സമയം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർ ഒരു പൂമാല അണിയിക്കുമെന്ന് വിചാരിക്കണ്ട, അഭിനന്ദിക്കുമെന്നും വിചാരിക്കണ്ട. മറിച്ച് എന്തുണ്ടാവും? ഇത് കണ്ടില്ലേ, ഒരു ജോലിയും ചെയ്യാണ്ട് വെറുതെ ഇരുന്ന് തിന്നാണ്, നിനക്ക് എന്തിനാണ് ഇങ്ങനെ പറയും? നിനക്ക് വല്ല ജോലി ചെയ്ത് ജീവിച്ചൂടെ? രാവിലെ മുതൽ വൈകുന്നേരം വരെ ചാപ്പലിൽ ഇങ്ങനെ കുത്തിയിരിക്കണം. ഞങ്ങളൊക്കെ പണിയെടുക്കണം, നീ ഇരുന്ന് തിന്നണം. ഇതായിരിക്കും ആദ്യം കേൾക്കാൻ പോകുന്നത്. പിന്നെ കേൾക്കാൻ മടിയാണ് അയാൾ. നെറ്റിയിലെ വേർപ്പുകൊണ്ട് അപ്പത്തെ തേടാനല്ലേ പറഞ്ഞേക്കണേ? മടിയാണ്. ഇങ്ങനെ എല്ലാ തരത്തിലുള്ള പീഡകളും ഉണ്ടാവും. അതാണ് പ്രാർത്ഥിക്കുന്നവർക്ക് കിട്ടണ ആദ്യ സമ്മാനം. അതുകൊണ്ടാണ് പലരും പ്രാർത്ഥിക്കാത്തത്. കന്യാസ്ത്രീകൾ തന്നെ ആയാലും 1 മണിക്കൂർ ഇത്തിരി കൂടുതൽ ചാപ്പലിൽ ഇരിക്കണമെന്ന് വിചാരിച്ചാൽ അവർക്ക് ഉടനെ ഒരു മനസാക്ഷി കുത്തൂര. അയ്യോ, ഞാനിങ്ങനെ ഇരുന്നാലോ, മറ്റു സിസ്റ്റർമാരൊക്കെ എല്ലാവരും ജോലി ചെയ്യണം, ഞാനിങ്ങനെ ഇരുന്നാലോ, വേണ്ട ഞാനും പോയി ജോലി ചെയ്യാം. അങ്ങനെ ചാപ്പലടച്ചു, എല്ലാവരും പോയി. എന്തോരം ആശുപത്രികളുണ്ട് നമുക്ക്, എന്തോരം സിസ്റ്റർമാരും നേഴ്സുമാരും അവിടെയുണ്ട്. ചാപ്പലിൽ ആളില്ല. നമ്മുടെ ഏറ്റവും വലിയ ആശുപത്രിയാണ് സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ്. സഭയുടെ വലിയ പതാകയാണ്. പക്ഷേ ചാപ്പലിൽ ആളില്ല. 600-ലധികം സിസ്റ്റേഴ്സുള്ള ഒരു സ്ഥാപനമാണ്. ഒറ്റ സിസ്റ്ററിനും പ്രാർത്ഥിക്കാൻ സമയമില്ല. കുർബാനയ്ക്ക് 19 മിനിറ്റ് എടുക്കുള്ളൂ. അവിടെ 19 മിനിറ്റ് കൊണ്ട് കുർബാന കഴിയും. 20 മിനിറ്റ് പോലും എടുക്കില്ല. ഞാനൊരിക്കൽ അങ്ങനെ അവിടെ ആകാനായിട്ട് വന്നു. അപ്പോൾ രാവിലെ കുർബാന 6 മണിക്കാന്ന് പറഞ്ഞു. ഇച്ചിരി ലേറ്റായിപ്പോയി. ഓടി ചെന്നപ്പോഴേക്കും കുർബാന ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് വൈകുള്ളൂ. പക്ഷേ അപ്പോഴേക്കും കുർബാന ലേഖനവും വചനമൊക്കെ വായിച്ചു കഴിഞ്ഞു. ഞാൻ നോക്കി 19 മിനിറ്റ് കൊണ്ട് ആ കുർബാന കഴിഞ്ഞു. ക്രിസ്റ്റോ സെൻട്രിക്കായിട്ട് നമ്മൾ വളർന്നാൽ മാത്രം, ഇത് ഞാൻ വിമർശിക്കണതാണെന്ന് തോന്നും. പക്ഷേ നമ്മൾ എന്തിനാണ് ജീവിക്കണേ? നമ്മുടെ ജീവിതം ക്രിസ്തുവിൽ ആണെങ്കിൽ ക്രിസ്തു നൽകുന്ന ആ പരിശുദ്ധാത്മാവിലൂടെ ജീവിച്ചാൽ വളരെ എളുപ്പമുള്ളൊരു ജീവിതമാണ്. വാസ്തവത്തിൽ വളരെ എളുപ്പമാണ്. എത്ര ഭയാനകമായ കാര്യങ്ങളെയും നേരിടാൻ ഉള്ള ശക്തിയും ബുദ്ധിയും പരിശുദ്ധാത്മാവ് നൽകും നമുക്ക്. താബോർ മലയിൽ ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ രൂപാന്തരപ്പെട്ടു. ഇത് പുതിയ നിയമത്തിലെ ഒരു നിർണായകമായ ഒരു
അവസ്ഥയാണ്. അപ്പോൾ മോശയും ഏലിയായും അവിടെ എത്തി. അവരെന്തിനാ വന്നേ അവിടെ? മോശയുടെ നിയമവും ഏലിയ എന്ന അതാണ് നിയമവും പ്രവാചകന്മാരും. ഈശോ എപ്പോഴും പറയാറുള്ളതാണ്, നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ ഉള്ളൂ നിയമവും പ്രവാചകന്മാരും. അത് കഴിഞ്ഞാൽ എന്താ? സ്വർഗരാജ്യം. അത് കഴിഞ്ഞാൽ യേശുവിൻ്റെ രാജ്യം, യേശുവിലുള്ള വിശ്വാസം, യേശു കൊണ്ടുവന്നിരിക്കുന്ന പുതിയ പ്രവാചകത്വം, യേശു കൊണ്ടുവന്നിരിക്കുന്ന അല്ലെങ്കിൽ നിയമവും പ്രവാചകന്മാരും ആരെക്കുറിച്ച് പറഞ്ഞോ അവൻ വന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? പത്രോസിന് ഇത് കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം. ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഇത് മനസ്സിലാക്കണം നല്ലതാണ്. പത്രോസ് എങ്ങനെയാണ് കണ്ടപ്പോൾ ഈ മോശനെ ഏലിയായും? പത്രോസിന് എങ്ങനെ മനസ്സിലായി അത് മോശയാണെന്നും ഏലിയായാണെന്നും? അവർ ശരീരത്തോടെയാണോ വന്നേക്കണേ? അവർ മരിച്ചവരല്ലേ? എന്താ? അവർ മഹത്വീകരിക്കപ്പെട്ടിട്ടില്ലല്ലോ. മഹത്വീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഉയർപ്പ് അവർക്ക് സംഭവിച്ചിട്ടില്ല. അപ്പം ഇതിൽ നിന്ന് വലിയൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ മരിച്ചു കഴിഞ്ഞ ആളുകളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. മനസ്സിലായോ? മരിച്ചു കഴിഞ്ഞ ആൾക്കാരെയും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അത് ഇപ്പോൾ പലർക്കും മരണം എന്ന് പറഞ്ഞാൽ ഒരു ഭയമാണ്. പലരും വീട്ടിൽ ഒരു മരണം നടന്നാൽ തന്നെ എന്തോ വലിയ ശാവുണ്ടായ മാതിരിയാണ്. ഉടനെ തന്നെ വേറൊരു മരണം കൂടി നടന്നാൽ എന്നാൽ പിന്നെ എന്തോ ബന്ധനമാണ്. അത് കഴിഞ്ഞിട്ട് വേറൊരു മരണം കൂടി നടന്നാൽ പിന്നെ ചിലപ്പോൾ ആരും വീട്ടിൽ വരികയുമില്ല. നമ്മുടെ എന്തോ ശാപമാണ്. ഒരിക്കൽ എനിക്ക് ഒരു പരിചയമുള്ളൊരു സഹോദരി, ഇവിടെ അമ്മ മരിച്ചപ്പോൾ അങ്ങനെയാണത്, അവരുടെ സഹോദരനും ഭാര്യയും 3 മക്കളും കൂടി വേറൊരു സ്ഥലത്തുനിന്ന് കാർ ഓടിച്ചു വരുമ്പോൾ ആ കാറ് മറിഞ്ഞ് അവരെല്ലാവരും മരിച്ചു. അമ്മ മരിച്ച സ്ഥലത്തേക്ക് പോയിരുന്ന മകനും കുടുംബവും കാറ് മറിഞ്ഞ് മകൻ, ഭാര്യ, 3 മക്കൾ, 5 പേരും മരിച്ചു. ഇപ്പം എത്രയായി അവിടെ? 6 മരണം. 6 ബോഡി ഒരു വീട്ടിൽ ഇങ്ങനെ. അപ്പം ഇതിനെല്ലാം എങ്ങനെയാണ്? ദൈവം അറിയാണ്ട് ആരെങ്കിലും മരിക്കുമോ? ഇപ്പം നമ്മളുടെ വീട്ടിലൊരാൾ മരിച്ചുവെങ്കിൽ ഹല്ലേലൂയ, അയാൾ സ്വർഗത്തിൽ ചെന്നു, അയാൾ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ. ഒരിക്കലൊരു അമ്മച്ചി എൻ്റെ അടുത്ത് വന്നു, അത് ഫോറിനിൽ, അവരുടെ 7 മക്കളുള്ള അവർക്ക് 7 മക്കളാണ്. ഇങ്ങനെ ഗാലറി മാതിരി കുഞ്ഞു നല്ല രസം അവരെ കാണാൻ. പക്ഷെ പെട്ടെന്ന് അവരുടെ ഭർത്താവ് മരിച്ചു. അവർ പറയുന്നത്, എന്ത് കർത്താവ്, എനിക്കൊന്നും അറിഞ്ഞൂടാ, എനിക്കൊരു ജോലി അറിഞ്ഞൂടാ, എങ്ങനെ ഞാൻ ജീവിക്കും? ആർക്കും അവളെ ആശ്വസിപ്പിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അവസാനം എൻ്റെ അടുത്ത് വന്നു. ദൈവാദിനത്തിന് ഞാൻ അവളെ ആശ്വസിപ്പിച്ചു. ഒന്നാമത്തെ കാര്യം, അയാൾ എവിടെയാന്ന് ചോദിച്ചു. അവൾക്ക് അറിഞ്ഞൂടാ. അതാണ് ദുഃഖത്തിൻ്റെ പ്രധാന കാരണം. അയാൾ എവിടെ ഇപ്പോൾ? ആർക്കറിയാം? നമ്മളുടെ ഒരു ബന്ധു മരിച്ചാൽ അയാൾ എവിടെയാണെന്ന് നമുക്കറിയണം. അതാണ് നമ്മുടെ വിശ്വാസം. അതിനുള്ള വിശ്വാസം എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്.
ഞാൻ എപ്പോഴും ചോദിക്കും, ആരെങ്കിലും വന്നിട്ട് ഇങ്ങനെ എൻ്റെ ആൾ മരിച്ചു, ഞാൻ പറഞ്ഞു അങ്ങേരെ എവിടെയാ? അപ്പോൾ ചിലർ പറയും എൻ്റെ ആൾ സ്വർഗത്തിൽ പോയി എന്ന് പറയും. പ്രൈസ് ദ ലോർഡ്. കണ്ടോ, അതൊരു വിശ്വാസിയുടെ ഒച്ചയാണ്. അപ്പം ഞാൻ അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി, ഇയാൾ സ്വർഗത്തിലാണ്. അയാൾ മാമോദീസ സ്വീകരിച്ച ആളാണ്. അയാൾ എല്ലാ ദിവസവും പള്ളിയിൽ പോയി കുർബാന സ്വീകരിച്ചിരുന്ന ആളായിരുന്നു. എങ്കിൽ അയാൾ എവിടെയായിരിക്കും? അയാൾ സ്വർഗത്തിലാണ്. അത് കേട്ടപ്പോൾ തന്നെ അവളുടെ മുഖത്ത് ഒരു പ്രകാശം പരക്കുന്നത് നമുക്ക് കാണാം. കണ്ടോ? അപ്പം ഞാൻ വിചാരിക്കാൻ, എന്തിനാണ് ഈ ഈശോയുടെ മുഖം പ്രകാശിച്ചതിൻ്റെ ഇടയ്ക്ക് ഈ മരിച്ച കാര്യമൊക്കെ പറയണേന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അവളുടെ മുഖം പ്രകാശിച്ചു. എന്നിട്ട് രണ്ടാമത് ഞാൻ ചോദിച്ചു, ഈ ആള് സ്വർഗത്തിൽ പോയ പിന്നെ 1 മാസത്തോളമായിട്ട് നിൻ്റെ പിള്ളേരുടെ അവസ്ഥ എന്താ? അവരിപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കണോ, ദൈവിക കാര്യങ്ങളിലൊക്കെ നല്ല ഭക്തിയുണ്ട്, പഠിക്കണ കാര്യമൊന്നും ഞാൻ പറയണ്ട, പണ്ടത്തെ മാതിരി അവരുടെ കാര്യത്തിൽ ഒന്നും ഞാൻ ഇടപെടണ്ട, അവരെല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അങ്ങേരെ അവിടെ ഇരുന്ന്. അപ്പോൾ എവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണത് നല്ലത്? ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണതോ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണതോ? ഇവരൊക്കെ ഇവിടെ കള്ളു പിടിച്ച് നടക്കണേലും വേറെ അങ്ങോട്ട് പോട്ടേന്നേ. എന്താ വേണ്ടേ? ഇവിടെ കിടന്ന് ഓക്കെ, ഞാൻ പറയണതാണ്, നമ്മളിവിടെ ഇരിക്കല്ല വേണ്ടത്. നമ്മൾ മരിക്കണം വേഗം, നമ്മുടെ ആളുകളും വേഗം മരിക്കണം. അപ്പോഴേ സ്വർഗത്തിൽ നിന്ന് കുറേ അനുഗ്രഹം കൂടെ കിട്ടും. എനിവേ, അവൾക്ക് 3ാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞതാണ്, ദൈവം അറിയാതെ നിൻ്റെ ജീവിതത്തിൽ ഒരു മരണം ഉണ്ടാവില്ല. ഒരാളും ദൈവം അറിയാതെ മരിക്കില്ല. അവൾക്ക് ഭയങ്കര ഒരു സമാധാനമായി. നന്ദി സാറേ എന്ന് പറഞ്ഞിപ്പോയി. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് 1, 2, 3 ആളുകൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ കുടുംബത്തിനെ പ്രതിനിധീകരിച്ച ആളുകൾ അവിടെ എത്തിയിരിക്കണം. അതാണല്ലോ നമ്മുടെ കുടുംബത്തിൻ്റെ, നമ്മുടെ തറവാടിൻ്റെയൊക്കെ ലക്ഷ്യം. നമ്മൾക്ക് കിട്ടിയ മക്കളെ എവിടെ എത്തിക്കണമെന്നാ അമ്മമാർ? സ്വർഗത്തിലെത്തിക്കണം. അപ്പം അങ്ങനെ കുറച്ച് പേര് എത്തിയിട്ടുണ്ടെങ്കിൽ നന്നായി. ഇനി അവർ നമുക്ക് വേണ്ടി സ്ഥലം ഒരുക്കും. അങ്ങനെ ഒരിക്കലും മരണം ഒരു ദുശകുനമായിട്ട് ചിന്തിക്കരുത്. മരണം എപ്പോഴും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഭയങ്കര സമാധാനം ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം ഇപ്പം എന്തുണ്ടായി, ഈ മോശ പണ്ട് മോശയോട് കർത്താവ് പറഞ്ഞു, ഞാൻ നിൻ്റെ മുമ്പിലൂടെ കടന്നു പോകും, പക്ഷെ നീ എൻ്റെ മഹത്വം കാണില്ല. മോശയ്ക്ക് അന്ന് ദൈവത്തിൻ്റെ മഹത്വം കാണാൻ സാധിച്ചില്ല. പക്ഷെ ഇപ്പോൾ ആ മോശ മഹത്വം കാണുന്നു. കണ്ടോ? എപ്പോഴാണ് മഹത്വം കണ്ടത്? മോശ മഹത്വം കണ്ടത് മരിച്ചു കഴിഞ്ഞ പിന്നെയാണ്. പക്ഷേ നമ്മളോ കണ്ടോ? യോഹന്നാൻ 1:14 എന്താ പറയണത്? വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, നമ്മൾ അവൻ്റെ മഹത്വം ദർശിച്ചു. അപ്പം നമ്മളുടെ ഇടയിൽ ഈശോ ഇന്ന് വസിക്കുന്നത് മഹത്വം കാണിച്ചുകൊണ്ടാണ്. നമുക്ക് ദർശിക്കാമത്. ഓക്കെ, പ്രധാന പോയിൻ്റ് എൻ്റെ ഉള്ളിൽ വരുന്നത് ഇതാണ്. മോശ നിയമവും ഏലിയ പ്രവാചകന്മാരുമാണ്. അവർ രണ്ടുപേരും ഇപ്പോൾ ഈശോൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. എന്തിനാ? ഞങ്ങൾ പ്രവചിച്ചതും ഞങ്ങളിലൂടെ പറഞ്ഞ നിയമത്തിൻ്റെ എല്ലാം പൂർത്തീകരണം അങ്ങയുടെ ഈ ജെറുസലേമിലേക്കുള്ള പോക്കിൽ പൂർത്തിയാകാൻ പോവുകയാണ്. അതിന് ഞങ്ങളെല്ലാം സോളിഡാരിറ്റി തരുന്നു. ധൈര്യമായിട്ട് പോകണം.
പക്ഷേ പത്രോസിന് ഇടയ്ക്കിടയ്ക്ക് ഒരു അസുഖം എന്ന് പറഞ്ഞാൽ ഒന്നും മനസ്സിലാവാണ്ട് ചുമ്മാ ചില കാര്യങ്ങൾ ഇങ്ങനെ പറയും. അപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് പത്രോസ് കർത്താവും നമുക്കിവിടെ 3 കൂടാരം പണിയാം. അപ്പോൾ മോശ എന്ത് വിചാരിച്ചു? മോശമല്ല, പത്രോസ് എന്ത് വിചാരിച്ചു? മോശയും ഈശോയും ഏലിയായും ഏതാണ്ട് ഒരേ മാതിരിയാണെന്ന് വിചാരിച്ചു. അതാണ് മനുഷ്യൻ്റെ ചിന്ത. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മേഘം വന്ന് അവരെ മൂടി. ഈ മേഘം മോശയുടെ കാലത്തുള്ളതാണ് ഇല്ലേ? മേഘം വന്നാൽ എന്താ അർത്ഥം? കർത്താവിൻ്റെ സാന്നിധ്യം വന്നു. മേഘമില്ലാണ്ട് അവരെ പോകണ പരിപാടിയില്ല. അവർ മേഘം, കർത്താവിൻ്റെ സാന്നിധ്യം വന്നാലേ അവർ നീങ്ങുള്ളൂ. പക്ഷെ ഇവിടെ മേഘം അവരെ മൂടിക്കഴിഞ്ഞിട്ട് ഇവരാകെ ഒന്നും കാണുന്നില്ല. അപ്പം ഈ മേഘം എന്നൊക്കെ പറയുമ്പോൾ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്ന അവസ്ഥയാണത്. ഇനി ശ്രദ്ധിക്കണം, ആ മേഘത്തിൻ്റെ ഉള്ളിൽ നിന്നും ഒരു സ്വരമുണ്ടായി. എന്തായിരുന്നു ആ സ്വരം? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ പറയുന്നത് അനുസരിക്കുവിൻ. ഇവൻ പറയുന്നത് അനുസരിക്കും. അപ്പോൾ ഇതാണ് ഈ സുവിശേഷത്തിലെല്ലാം നമ്മൾ മനസ്സിലാകാതിരിക്കാൻ, കണ്ടിട്ടും കാണാതിരിക്കാൻ, കേട്ടിട്ടും കേൾക്കാതിരിക്കാൻ, അങ്ങനെ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കാൻ ചില സംഭവങ്ങളുണ്ട്. അതാണ് നമ്മൾ തിരഞ്ഞു പിടിക്കേണ്ടത്. എന്താണ് അങ്ങനെ ഒളിച്ചു വച്ചിരിക്കുന്നത്? ബിറ്റ്വീൻ ലൈൻസ്. അപ്പോൾ ഇവിടെ പിതാവ് പറയണതിൻ്റെ ഒരല്പം ഞാനൊന്ന് കൂട്ടിച്ചേർക്കാൻ കേട്ടോ. ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ്. ഇനി മോശയും പ്രവാചകന്മാരും പറയുന്നതല്ല കേൾക്കേണ്ടത്. മോശയും പ്രവാചകന്മാരും ആരെക്കുറിച്ച് പറഞ്ഞോ? അവൻ എൻ്റെ പ്രിയപുത്രൻ, അവനിതാ വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇനി നിങ്ങൾ അവൻ പറയുന്നത് കേൾക്കണം. എന്ത് പറയണു? ചേരുംപടി ചേർന്നോ? അതാണ് ആക്ച്വലി ഈ വെളിപാട് എനിക്ക് കിട്ടിയത് ഈ താബോർ മലയിൽ വെച്ചാണ്. അവിടെ നമ്മളൊക്കെ ഹോളി ലാൻഡിൽ പോകണമല്ലോ. അവിടെ വെച്ച് അപ്പോൾ ഓരോ സ്ഥലത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കൂടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അവിടെ വെച്ചൊരു ക്ലാസ് കൊടുത്ത് അങ്ങനെ ധ്യാനിച്ച് ഞങ്ങൾ പോയായിരുന്നു. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അങ്ങനെ താബോർ മലയിൽ അവിടെ ഇരുന്ന് ഞാനൊരു ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ അവിടെ ഈ ചിത്രം ഉണ്ടല്ലോ, അത് കണ്ടപ്പോഴാണ് എൻ്റെ ഉള്ളിൽ ഈ വചനം അവൻ പറയുന്നത് കേൾക്കുവൻ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ എൻ്റെ ഉള്ളിൽ വരികയാണ്, മോശയും പ്രവാചകന്മാരും അവസാനിച്ചു. എൻ്റെ ദൈവമേ, എനിക്കങ്ങ് പറയാൻ പറ്റില്ല. ഞാനങ്ങ് പൊങ്ങിപ്പോണ മാതിരിയായിരുന്നു. ഒരുപക്ഷെ എൻ്റെ മുഖവും പ്രകാശിച്ചിട്ടുണ്ടാവുമായിരിക്കും. ശരിക്കും ഇങ്ങനെയുള്ള വെളിപാടുകൾ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരു ഭയങ്കര പ്രകാശം നമ്മളിങ്ങനെ വലയം ചെയ്യണമായിരിക്കും. അങ്ങനെ ഞാൻ ഇന്നേ വരെ ചിന്തിച്ചിട്ടില്ല. പക്ഷേ അവിടെ വെച്ച് അതൊരു ഭയങ്കര അനുഭൂതിയായ ആ ഗ്രൂപ്പിന് മുഴുവനും. മേഘത്തിലൂടെ കർത്താവാണ് അരുളി ചെയ്തത്, പിതാവായ ദൈവമാണ് അരുളി ചെയ്യുന്നത്. ഇനി ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ പറയുന്നത് കേൾക്കുവിൻ. അതായത് മോശയും പ്രവാചകന്മാരുടെയും കാലം കഴിഞ്ഞു. അവർ ആരെക്കുറിച്ചാണ് പ്രവചിച്ചിരുന്നത്? അവർ ഈ വരാനിരിക്കുന്ന ഈശോയെക്കുറിച്ചാണ് പ്രവചിച്ചിരുന്നത്. അവനിതാ വന്നിരിക്കുന്നു. നമുക്കിത് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന് സ്വീകരിക്കാൻ പറ്റണവർ സ്വീകരിക്കുക, സ്വീകരിക്കാൻ പറ്റാത്തവർ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. അങ്ങനെ പറ്റണില്ല കർത്താവേ. കാരണം ഇത്രയും വർഷം നമ്മൾ കേട്ടിരുന്നത് മുഴുവനും
മോശയുടെയും പ്രവാചകന്മാരുടെയും പ്രബോധനങ്ങളിൽ നിൽക്കാനാണ്. അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചേക്കുന്നത്. എന്നാൽ അതിൻ്റെ ഉപരിയായ ഒന്നാണ് ഈശോയിലൂടെ വന്നിരിക്കുന്നതെന്നും അതിൻ്റെ എല്ലാം പൂർത്തീകരണമാണെന്നും അതിനേക്കാൾ ശ്രേഷ്ഠമായതാണെന്നും ആ പഴയത് കാലഹരണപ്പെട്ടതാണെന്നും പുതിയത് വന്നു കഴിഞ്ഞു എന്നും ഒന്ന് ഹൃദയത്തിൽ സ്വീകരിക്കുക. പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കും എന്ന് പൗലോസ്ലീഹ പറയുന്നത് ഇതിനെക്കുറിച്ച് തന്നെയാണ്. പരിശുദ്ധാത്മാവേ നയിക്കണേ, പരിശുദ്ധാത്മാവേ. എല്ലാ പ്രാർത്ഥനകളും ഈ ദൈവരാജ്യ കേന്ദ്രീകൃതമായിട്ടും പരിശുദ്ധാത്മ നിവേശിതമായിട്ടും പുതിയ നിയമത്തിൽ നീങ്ങണം. ഫരിസേയരും നിയമജ്ഞരും ഈശോ പരിശുദ്ധാത്മാവിലൂടെ പിശാചിനെ ബഹിഷ്കരിച്ചപ്പോൾ അവരെന്താ പറഞ്ഞ്? ഫരിസേയർ അവർ പറഞ്ഞു, ഇവൻ ബെൽസെബൂലിനെ കൊണ്ടാണ് പിശാചിനെ ബഹിഷ്കരിക്കുന്നത്. അത്രത്തോളം പോലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ അവർ എന്താ പറയേണ്ടവർ. ഇപ്പോൾ ഞാൻ പറയുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പറയുന്നത് വലിയൊരു രഹസ്യമാണ്. നമ്മളിലുള്ള ഫരിസേയൻ രണ്ട് തരത്തിൽ നമ്മളെ പീഡിപ്പിക്കുന്നു. ബ്ലോക്കാക്കുന്നല്ല ഞാൻ പറയുന്നത്, അതിനേക്കാൾ വലുതാണ്. എന്താ പീഡിപ്പിക്കുന്നത്? നമ്മളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ ബ്ലോക്ക് ചെയ്യുന്നെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം പരിശുദ്ധാത്മാവ് സർവശക്തനാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ ദുഃഖിപ്പിക്കുന്നു എന്ന് പറയും. ക്വഞ്ചിങ് ദ സ്പിരിറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. ദുഃഖിപ്പിക്കുന്നു. അതാണ് സ്റ്റെഫാനോസിനെ അവർ കല്ലെറിയണ സമയത്ത് സ്റ്റെഫാനോസ് പറയാൻ, നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നവരാണ് നിങ്ങൾ. അല്ലോ സ്റ്റെഫാനോസ് പറഞ്ഞ എന്താ? ഫരിസേയരും നിയമജ്ഞരും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അവർ മനസ്സിലാക്കുന്നുമില്ല. ആ പ്രവർത്തനത്തിന് എതിരായി പ്രവർത്തിക്കുന്നു. അപ്പം നമ്മളിലുള്ള ഫരിസേയൻ മാത്രമല്ല, സഭ എമ്പാടും ഒരു നവോത്ഥാനത്തിൻ്റെ ആവശ്യം ഇതാണ്. സഭയിൽ ഉടനീളം എല്ലാ തലത്തിലും ക്ഷമിക്കണം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. ബിഷപ്പ്മാരുടെ ലെവലിലായാലും സുപ്പീരിയേഴ്സിൻ്റെ ലെവലിലായാലും വലിയ വലിയ വൈദികരുടെ ലെവലിലായാലും നമ്മുടെ സ്ഥാപനങ്ങളുടെ ഡയറക്ടർമാരുടെ ലെവലിലായാലും ഹെഡ് മാസ്റ്റർ ഹെഡ് മിസ്ട്രസ്മാരുടെ ലെവലിലായാലും എല്ലാവരും ഒരു കർക്കശക്കാരനായാലേ ഞാനൊരു ഹെഡ് മാസ്റ്റർ ആവുള്ളൂ എന്നുള്ള മാതിരിയാണ്. എല്ലാവരും എന്നെ കണ്ട് പേടിക്കണം. അതല്ല. അപ്പോൾ പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു. പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു വീടാണെങ്കിൽ വീട്ടിൽ അപ്പൻ ഏതാണ്ട് വലിയ പോലീസുകാരൻ്റെ മാതിരിയാണ്. അപ്പോൾ ഒരിക്കൽ അപ്പൻ ഇങ്ങനെ പറഞ്ഞു, ഈ പിള്ളേർ ഒരാ പറഞ്ഞിട്ട് കേൾക്കണില്ല. ഞാൻ പറഞ്ഞു, ഇതൊരു പോലീസ് സ്റ്റേഷനോ മിലിറ്ററി ക്യാമ്പൊന്നും അല്ല. ഒരു വീടെന്ന് പറഞ്ഞാൽ അവർക്ക് പിള്ളേർക്ക് അപ്പൻ്റെ തലയിൽ കയറി ഇരുന്ന് കളിക്കാനുള്ള അവകാശമുണ്ട്. അതാണ് വീട്. ഐ ആം അറ്റ് ഹോം. ഒരിക്കൽ ഞാനിങ്ങനെ ഒരു ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതേമാതിരി ഒരു ഹോളാണ്. അപ്പോൾ ഫാമിലികൾ കുട്ടികളെ കൊണ്ടുപോരെ. അവർ ഈ കാലഘട്ടത്തിലെങ്കിൽ ഇങ്ങനെയുള്ളതൊന്ന് കേൾക്കട്ടെ. അപ്പോൾ കുട്ടികളെയൊക്കെ ആ ബാൽക്കണിയിൽ ഇരുത്താൻ പറഞ്ഞു. അങ്ങനെ അവരവിടെ ഇരുന്ന് അവർക്ക് കുറേ കളർ പെൻസിലും ബോക്സും ഇതൊക്കെ കൊടുത്തുകൊണ്ട് അവരതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ധ്യാനത്തിന് വന്ന ഒരു പെണ്ണ് അവൾ അവിടെ കയറിയിരുന്നു. അവളിവിടെ ജനറൽ ഓഡിയൻസിൽ ഇരിക്കേണ്ടതാണ്. അവളവിടെ കയറിയിരുന്നിട്ട് ഈ കുട്ടികൾ ചിലപ്പോൾ അവിടെ ഇത്തിരി വാശി വൈരാഗ്യമൊക്കെ കാണിക്കുന്നുണ്ടാവും. അത് കണ്ടിട്ട് അവൾക്ക് ഇഷ്ടമായില്ല. അവൾ ചായ കുടിക്കണ നേരത്തെ എൻ്റെ അടുത്ത് വന്നിട്ട് പറയണം, ഈ കുട്ടികളെയൊക്കെ അച്ചടക്കം പഠിപ്പിക്കണം. അവരൊരു ഡിസിപ്ലിൻ ഇല്ലാണ്ടാണ് പെരുമാറുന്നത്.
അപ്പോൾ ശ്രദ്ധിക്കട്ടോ, ഞാൻ അവളോട് ചോദിച്ച് നിൻ്റെ അപ്പൻ പട്ടാളത്തിലായിരുന്നോ ചോദിച്ചു. കറക്റ്റ് അവൾ പറയണ അതെ. ഇങ്ങനെ ചിലപ്പോൾ പരിശുദ്ധാത്മാവേ എന്നാലേ ഇതൊരു പട്ടാള ക്യാമ്പല്ല. നിൻ്റെ അപ്പൻ നിന്നെ വീട്ടിൽ വളർത്തിയേക്കണതും പട്ടാള ക്യാമ്പിലെ മാതിരിയല്ലേ. അപ്പം അവളും കരയാൻ തുടങ്ങി. ശരിയാണ്, ഞങ്ങളെ ഭയങ്കര ഡിസിപ്ലിൻ ആക്കിയാണ് വളർത്തിയത്. ഡിസിപ്ലിൻ, വീടിൻ്റെ ഡിസിപ്ലിനും പട്ടാള ക്യാമ്പിൻ്റെ ഡിസിപ്ലിനും രണ്ട് വ്യത്യാസമുണ്ട്. വീട്ടിൽ മക്കൾക്ക് ഡിസിപ്ലിൻ ഉണ്ടാവണം എന്ന് വിചാരിച്ചാൽ അവരുടെ വീടാണത്, അത് അവരുടെ വീടാണ്. അവർക്ക് അവിടെ ഒരു സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് അപ്പൻ്റെ തലയിൽ കയറിയിരുന്ന് കളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാനൊക്കെ പിള്ളേരെ ഇങ്ങനെ ആന കളിപ്പിക്കുമായിരുന്നില്ലേ? ഇല്ലേ, നമ്മൾ വീട്ടിൽ പിള്ളേരെ ആന കളിപ്പിക്കൂലേ? നമ്മൾ ആനയുടെ മാതിരി നിൽക്കും, പിള്ളേർ നമ്മുടെ തലയിൽ കയറിയിരിക്കും. ആന കളിപ്പിക്കണം. അങ്ങനെ അവർ കളിച്ച് വളരണതാണ് വീട്. അപ്പോൾ മനസ്സിലായോ എന്തുകൊണ്ടാണ് അവർക്ക് ആ പിള്ളേരുടെ കളി മനസ്സിലാകാത്തത്? അങ്ങനെ കുസൃതിയുള്ള പിള്ളേരാകണം. അവൻ നോക്കണം. ആൺപിള്ളേരായ കുറച്ച് കുസൃതി ഇല്ലെങ്കിൽ വല്ലതും കൊള്ളുമോ? എന്തിനാ ഞാനിത് പറയണത്? ഇപ്പോൾ എന്തിനത് പറഞ്ഞു വന്നേ? ഫരിസേയൻ. ഫരിസേയൻ. അപ്പോൾ ഇത് പരിചയമില്ലാത്ത ആൾക്കാർ ഭയങ്കര ഡിസിപ്ലിൻ പഠിപ്പിച്ചു. എന്തുണ്ടായി? ഞാൻ പറഞ്ഞോ, അഡോൾഫ് ഹിറ്റ്ലറിനെ ഡിസിപ്ലിൻ പഠിപ്പിച്ചല്ലേ? ചാട്ടവാറ കൊണ്ട് അടിച്ചടിച്ച് പഠിപ്പിച്ചു. ശരിക്ക് ഫരിസേയ. അതുകൊണ്ടാണ് അഡോൾഫ് ഹിറ്റ്ലറിന് ജൂയിഷ്